അവസ്ഥ കണ്ടില്ലേ? പൈസ ഇപ്പൊ കൊണ്ടുവരും, ആക്രാന്തപ്പെട്ട് നിൽക്കണം അവൻ. എടാ അമ്പിളിക്കോട്ടാ, നിന്റെ കളി ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. നാട്ടുകാർ മുഴുവൻ അറിയടാ നിന്റെ യഥാർത്ഥ സ്വഭാവം. അതെ, മൊബൈൽ റെഡിയാക്കി വെച്ചോണം. അയാൾ പൈസയും കൊണ്ടുവരണം, മുഴുവനും ഷൂട്ട് ചെയ്ത് എടുത്തു വെച്ചോണം. നാളെ പഞ്ചായത്ത് മുഴുവൻ ആളുകളെ അറിയാനുള്ള ഒരു തെളിവാണത്. മൊബൈൽ ചാർജ് ഉണ്ടല്ലോ? ഉണ്ട്. അയ്യോ, അവളുടെ ഒരു നടത്തേക്ക് കിട്ടിയവന് പൈസ മേടിച്ചു കൊടുക്കാം, കൈക്കൂലി മേടിച്ചു കൊടുക്കാം. എന്ത് ഉത്സാഹം നോക്ക്. ശരിയാക്കി തരാം. മൊബൈൽ എടുക്ക്. അകത്തുണ്ട്, വാ കയറി വാ, അകത്തേക്ക് ഇരിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി. അയ്യോ അമ്പിളി ചേട്ടാ, ഇത്രയും ദൂരം വന്നിട്ട് സാറല്ല സാറല്ല, ഞാൻ ഉടനെ പോകുന്നുണ്ട്. വായിച്ചോ? ശരിയാണ്. ഇറങ്ങുന്ന. ഹലോ, ഒന്ന് പോകാൻ വരട്ടെ? ഒന്ന് നിന്നേ, അങ്ങനെ പോകല്ലേ? നിക്കവിടെ, അവിടെ നിക്ക്. ആരാ ഇത്? എന്റെ കൂടെ തന്നെ അപ്പുറ താമസം. അമ്പിളിക്കുട്ടാ, എന്താ എന്തായാലും നാളെ നേരം വെളുക്കുമ്പോ നിന്റെ തനി രൂപം ഈ പഞ്ചായത്ത് മുഴുവനും അറിയും. എന്ന് വെച്ചാലല്ല, എടാ കോൺട്രാക്ടറെ കളിക്ക് കേട്ടാ. എടാ എടാ എടാ, ഉരുണ്ട് കളിക്കല്ലേ? പാലം പണിയാൻ വേണ്ടി ഇയാൾക്ക് ടെൻഡർ കൊടുക്കാൻ നീ കൈക്കൂലി വാങ്ങിക്കില്ലടാ. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാത്ത ഉരുളത് കണ്ടില്ലേ അവൻ? ഏത് പാലം? ഏത് പാലം? ഞാൻ നീണ്ടകര പാലം. ഒന്നും അറിഞ്ഞൂടല്ലടാ നിനക്ക്. നിനക്കേ ഇവിടെ നിന്ന് വാരിക്കെട്ടി, അല്ല വാരിക്കെട്ടി എങ്ങനെ പോകും? വാരിക്കെട്ടി ജയിലിലോട്ടല്ലേ പോകാൻ പറ്റൂ? എനക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഇയാള് കൊണ്ടുവന്ന തലക്കല്ലോ അടി വെച്ചാ. പിന്നെ ഈ കൊണ്ടുവന്ന പൈസ നീ കൈക്കൂലി വാങ്ങിച്ചാലടാ? പാലം പണിയാൻ ടെൻഡറിന് കൈക്കൂലി തന്നെയാണ്. അത് ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തല്ലേ, വീട് വെക്കാൻ വേണ്ടി. ആണല്ലേ? വീട് വെക്കാൻ 2 ലക്ഷം രൂപ ഇയാള് കൊടുത്ത് ചുമ്മാ ഇയാള് കൊണ്ട് കൊടുക്കാൻ ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അല്ലല്ലോ, എനിക്ക് കിട്ടാൻ വേണ്ടിയല്ലോടാ ഇയാള് കാശ് കൊടുത്താൽ. പാലോ എന്ത് പാലോ? അമ്പിളി ചേട്ടാ, ഞാനൊരു കാര്യം പറയാണ്. അമ്പിളി ചേട്ടനോട് എനിക്ക് തികഞ്ഞ ബഹുമാനം ഉണ്ടായിരുന്നു. ഞാനൊരു സഹോദരനെ പോലെയാണ് നിങ്ങളെ കണ്ടത്. പക്ഷെ ഈ പ്രവൃത്തി അമ്പിളി ചേട്ടന് ചേർന്നതായിരുന്നില്ല. ഇത് ആ ഫോട്ടോയിലിരിക്കുന്ന ആരാന്ന് അമ്പിളി ചേട്ടൻ അറിയാം? നിന്റെ അച്ഛല്ലേ? എന്റെ അച്ഛൻ ആരായിരുന്നു? ഹവിൽദാർ വീരഭദ്രൻ നായർ. ആ മനുഷ്യനിരിക്കുന്ന കുടുംബത്തുകാർ ഈ പണി കാണിക്കാൻ പാടില്ലായിരുന്നു. അമ്പിളി ചേട്ടൻ അറിയാലോ, എന്റെ ക്ലീറ്റ് എത്ര നാളായി രാഷ്ട്രീയക്കാരനായിട്ട് നടക്കണു. ഇന്ന് ഈ നിമിഷം വരെ 5 പൈസയുടെ കൈക്കൂലി ഇതുവരെ ക്ലീറ്റോയെ മേടിച്ചിട്ടില്ല. ഞാൻ അതിനകത്തൊട്ട് നിർബന്ധിച്ചിട്ടുമില്ല. ഞങ്ങളൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് നടക്കുക. അല്ല നിന്നെ പോലെ ഈ കള്ളപ്പണിയൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. നിനക്ക് എന്ത് പ്രായമുണ്ട്? എന്നെക്കാൾ എന്തോ ഇളയ കൊച്ചാ നീ. എന്തൊക്കെയാ പറയുന്നത്? പൈസക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിനെ കൊണ്ട് ആവശ്യമില്ലാത്ത പണി ഏൽപ്പിക്കുന്ന പണി. അയ്യോ, അവള് ഇംഗ്ലീഷ് അമ്പിളി ചേട്ടാ, ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്റെ തങ്ക ഒന്ന് നിർത്ത്. ഞാൻ എന്താ അവൾ എന്താണ് പറഞ്ഞത്? എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടത് ഈ 2 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്താ അമ്പിളി ചേട്ടാ സമ്മതിച്ചിട്ടുണ്ട്. നീ പെങ്കുച്ച് ഫോണിൽ കൂടി പറയണത് ഞാൻ കേട്ടതാ. പറഞ്ഞില്ലേ കൊച്ചേ? നീ ഇയാളുടെ പറഞ്ഞില്ലേ? അമ്പിളി ചേട്ടാ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോ? നീ പറഞ്ഞതല്ലേ? അല്ല, നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ കൈക്കൂലി മേടിക്കോ, ഈ കുടുംബത്തിൽ പറ്റില്ല എന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ആരാണെന്ന് അറിയാം. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം ഇത് ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ ഒന്ന് ദേവി, നീ ഉരുണ്ട് കളിക്കല്ലേ അമ്പിളി? നീ അവിടെ മാറിയില്ലേ? ആളെ വിളിച്ച് കൂട്ടിയാണ്ടല്ലോ ഇപ്പൊ എല്ലാം പൊളിയും. എന്തോന്ന് പൊളിയാ? തെളിവുണ്ടോ ഇതിനകത്ത്? താൻ കോൺട്രാക്ടർ അല്ലേടോ? അറിയാമോ? ഇവൻ മാമനാണ്. അമ്പിളി പുതിയ കഥ കൊള്ളാം കേട്ടാ, മാമൻ പോലും. മിസ്റ്റർ നിർത്ത്. ഇത് എന്റെ സഹോദരന്റെ മാളാ. അവർക്ക് വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഞാൻ കാശ് കൊടുക്കാൻ വന്നതാ, 2 ലക്ഷം രൂപ. എന്തെങ്കിലും പറയുക. എന്റെ തങ്കം ഇതുള്ള മാമനാണ്. കാലം കൊണ്ട് എന്റെ അടുത്ത് പറയാണ് വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ. ഞാൻ വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞു ഒഴിഞ്ഞതാണ്. ഇന്ന് രാവിലെ എന്നെ അവിടെ പിന്നെ ഇരിക്കാനും കിടക്കാനും സമ്മതിക്കാതെ എന്നെ കഷ്ടപ്പെടുത്തി അവൾ അവസാനം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ അയാൾ 2 ലക്ഷം രൂപ കൊണ്ട് വന്നതാണ്. അല്ല അത് പോട്ടെ, നിനക്ക് തോന്നണ്ട ഞാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കുമെന്ന്? തോന്നണ്ട?
കുറച്ച് കാലം കൊണ്ട് ഞാൻ വിചാരിക്കുക അവർ സഹായിക്കണമെന്ന്. അതിന് വേണ്ടിയില്ല കാശും കൊണ്ടുവന്നത്. അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് കൊടുക്കാൻ കൊണ്ടുവന്നത് ഞാൻ. അപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് സമാധാനമായല്ല? അല്ല, നിനക്ക് സമാധാനമായല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? നീ എല്ലാം ചെയ്തു വെച്ചത് ഈ നാട്ടുകാരെ മൊത്തം അറിയിച്ചപ്പോഴും നിനക്ക് സമാധാനമായല്ല? അങ്കിളെ സോറി അങ്കിളെ. എത്ര സോറി ഇത്, നല്ല അയൽക്കാരായത്. ശരി, ഓക്കെ. ഇല്ല മാമ, ഞാൻ നാളെ വിളിക്കാം. ശരി ശരി, മനസ്സിലായി. എന്നാലും തങ്കം, ഞാൻ നിന്നിൽ നിന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അറിയില്ല. ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ട് കൊണ്ടുപോയി പൊളിച്ച് തരടാ. Alien versus Alien.